السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആയുസ് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അതൊരുപാടുണ്ട്, ഒരുപാട് കാലമുണ്ടെന്ന് പിശാച്, ശൈത്താൻ മനുഷ്യനെ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും. മരണം ഇപ്പോഴൊന്നും അടുത്തെത്തൂല, ഇനിയും കുറെ കാലം ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കാനുണ്ട് എന്ന് മനുഷ്യനെ പറ്റിക്കാൻ, ചതിക്കാൻ, വഞ്ചിക്കാൻ ശൈത്താൻ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയുന്നത്, അതിനോടൊപ്പം ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽ പെടുന്നില്ല. അങ്ങനൊരു സത്യം നടക്കുന്നുണ്ട് ഓരോ ദിവസവും. അതുമല്ലെങ്കിൽ മനുഷ്യൻ അള്ളാഹു തന്നിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിതം ഇങ്ങനെ ആസ്വദിക്കുന്നതിനിടയിൽ മരിക്കാനൊട്ട് തീരെ ആഗ്രഹിക്കുന്നുമില്ല. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഏത് സമയത്തായിരിക്കും മലക്കുൽ മൗത്ത് വരിക, എപ്പോഴാ പോകേണ്ടി വരിക എന്നതിനെ പറ്റി വർത്തമാനങ്ങളില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഓർമ്മ വന്നാൽ തന്നെ നമ്മൾ സ്വന്തം നമ്മുടെ നഫ്സിനെ മറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അത് മരണമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല, മരണത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, അതൊരു സത്യമാണ് എന്ന് ബോധമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, അശ്രദ്ധയിലാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് സഹാബത്ത് എന്ന ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യർ ജീവിച്ച കാലത്താണ്. ഓരോ സെക്കൻഡിലും മരണത്തെക്കുറിച്ച് ഓർത്തും അതിനുവേണ്ടി തയ്യാറെടുത്തും അതിനെപ്പറ്റി ചിന്തിച്ചും ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണിത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മനുഷ്യൻ അവന്റെ വിചാരണ വളരെ അടുത്തെത്തി നിൽപ്പുണ്ട്. പക്ഷെ അവൻ ഇപ്പോഴും അവൻ അശ്രദ്ധയിൽ പൂണ്ടു കിടക്കുകയാണ്. ആര്? സഹാബാക്കളോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹബത്തിൽ ജീവിച്ച, ഓരോ സെക്കൻഡിലും അല്ലാഹുവും ആഖിറവും സ്വർഗവും നരകവും ഓർമ്മപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്വഹാബത്ത് അശ്രദ്ധയിലാണെന്നോ? അല്ല, അവരോർത്ത് ജീവിച്ചവരാണ്.
പക്ഷെ കാലം ഇങ്ങനെ കഴിയും തോറും നമ്മളെപ്പോലത്തെ ആൾക്കാർ ദുനിയാവിൽ വരും, മരണമെന്ന ചിന്ത തീരെ ഇല്ലാത്തവരായി ജീവിക്കും. ഇന്ന് ഈ ദിവസം, ഈ ശനിയാഴ്ച, ഇന്ന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ദിവസം തുടങ്ങി. നമ്മൾ ഇശാഉം കഴിഞ്ഞ് 9 മണിയാവാൻ പോവാണ്, ഉറങ്ങാൻ പോവാണ്. ഈ മണിക്കൂറുകൾക്കിടയിൽ മരണമെന്ന ഹക്കിനെ കുറിച്ച് യഥാർത്ഥത്തിന് കൽബ് കണ്ട് ഓർത്തവര് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന് മരിച്ചു പോവോ, ഞാൻ ഇന്ന് യാത്രയാവേണ്ടി വരുവോ, അടുത്ത വഖ്തിൽ എന്റെ മയ്യത്തായിരിക്കോ ജുമാഅത്ത് പള്ളിന്റെ സഫിൽ ഉണ്ടാവുക, ഇന്ന് രാത്രി എന്റെ ഉറക്ക് ഖബറിലായിരിക്കുവോ എന്ന് ചിന്തിച്ചവര് 100-ൽ ചിലപ്പം 2 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അതെന്താ? ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിയില്ലായിട്ടാ? ബാക്കി ആൾക്കാർക്ക് മരണമെന്ന സത്യത്തെ അറിയാഞ്ഞിട്ടാണോ? അല്ല, ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അശ്രദ്ധയിലാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ അശ്രദ്ധയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു വാർത്ത വരും വാട്സപ്പില്, ഇതാ ഇന്നയാള് മരണപ്പെട്ടിരിക്കുന്നു. കേട്ടവർ അന്താളിക്കും, അത്ഭുതപ്പെടും. നേരത്തെ കണ്ടിട്ടല്ലേ ഉള്ളൂ, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, രോഗിയല്ല, മറ്റു പ്രയാസങ്ങളില്ല, ഒന്നുമില്ല. രാവിലെ 1 മണിക്കൂർ വാക്കിങ്ങിന് പോകുന്ന ആളാ, ഡെയിലി 2 മണിക്കൂർ രാത്രി ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. മംഗലാപുരത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ 6 മാസം കൂടുമ്പോ പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവാങ്ങുന്ന ആളാണ്. ഹെൽത്തി ബോഡിയാണ്. അവൻ സ്വയം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല. ഓനെ കണ്ട നമ്മളും വിചാരിച്ചു പോയി, അയാൾ ഇപ്പോഴൊന്നും മരിക്കാത്ത ആളാണ്. പക്ഷെ ആ മരണത്തിന്റെ വാർത്ത ഫോണിലെത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അത്ഭുതപ്പെട്ട നമ്മളുടെ അവസാനത്തെ വാർത്ത നാളെ ചിലപ്പോൾ മറ്റാൾ വായിക്കും. അതാ അള്ളാന്റെ കളി. ആർക്കും അറിയില്ല ആര് എവിടെ വെച്ച് എപ്പം മരണത്തെ പുൽകുമെന്ന്. പക്ഷെ അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ, അല്ലെങ്കിൽ എന്റെ അറിയാറുകളെ, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? നിങ്ങൾ മരണത്തിന്റെ സത്യമായ മുഖത്ത് നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. മരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, മരണത്തെ നിങ്ങൾക്ക് ഭയമാണ്, മലക്കുൽ മൗത്ത് വരുന്ന ദിവസത്തെ നിങ്ങൾ പേടിക്കുകയാണ്. ഓടി ഒളിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ അല്ലാഹു വെറുതെ പറയില്ലല്ലോ ഖുർആനിൽ. ഖുർആനിൽ ഒരു ആയത്ത് വെറുതെ ആവൂലല്ലോ. നബിയെ, നിങ്ങൾ പറയും എന്റെ അടിമകളോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ നേർക്ക് നേരെ കാണുക തന്നെ ചെയ്യും, ഒളിക്കാൻ കഴിയില്ല. അഥവാ ദുനിയാവിൽ ആരെങ്കിലും മരണത്തിന്റെ മുന്നിൽ, മലക്കുൽ മൗത്തിന്റെ മുന്നിൽ ജയിക്കുമായിരുന്നുവെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ആ മദീനത്തെ പള്ളിയിൽ ഇമാമായിട്ടുണ്ടാകുമായിരുന്നു. ലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. പക്ഷേ ഇല്ല, എല്ലാരും പോവേണ്ടി വരും. അതുകൊണ്ട് ഒരു അറബി കവി പറഞ്ഞിട്ടുണ്ട്, കുല്ലുബിനി ഉൻസ, കുല്ലുബിനി ഉൻസ, നമ്മൾ ഈ പ്രവർത്തിക്കുന്നതും പറയുന്നതും ഈ കൂടിയിരിക്കുന്നതും ഇതിന്റെ പിറകിൽ പൈസയും അധ്വാനവും ഊർജവും ചെലവഴിക്കുന്നതും പ്രിയപ്പെട്ടവരെ വെറുതെ ആവരുത്, ഉപകാരപ്രദമാവണം. നമുക്ക് നമ്മളെ പറ്റി ഒരു ചിന്ത വേണം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധം വേണം. എന്നായിരിക്കും ദുനിയാവെന്ന് വിട പറയേണ്ടി വരിക എന്നിട്ട് ഉടമസ്ഥന്റെ കോടതിയിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്ന സമയത്ത് ധൈര്യത്തോടെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ എന്റെ കയ്യിൽ എന്താണ് ഉണ്ടാവുക എന്നതിനെ പറ്റി ചിന്തിക്കണം ഓരോ സെക്കൻഡും. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ആ കവി പറഞ്ഞു, കുല്ലുബിനി ഉൻസ, എല്ലാ ഉമ്മമാര് പ്രസവിച്ച കുഞ്ഞുങ്ങളും. ഉമ്മ പ്രസവിക്കാണ്ട് ദുനിയാവിൽ ആകെ ഒറ്റൊരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഉമ്മ പ്രസവിക്കാതെ ദുനിയാവിൽ വന്നത് ആകെ ഒരാൾ മാത്രമാണ്, ആദം അലൈഹിസ്സലാം. ഉപ്പയുള്ള ഉമ്മയുള്ള ബാക്കിയുള്ളവരും മുഴുവൻ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാ. അങ്ങനത്തെ ഓരോരുത്തരും അവന്റെ സുഖ സൗകര്യങ്ങൾ എത്ര നീണ്ടതാണെങ്കിലും ശരി,
താടി കറുത്തു, നരച്ചിട്ടില്ല, മുടിയും നരച്ചിട്ടില്ല, ശരീരത്തിന് ബലം കുറഞ്ഞിട്ടില്ല, പൂർണ്ണ ആരോഗ്യവാനാണ്. 50 വയസ്സായപ്പോഴും 25കാരന്റെ പവറാണ് ശരീരത്തിന്. അവന്റെ ആരോഗ്യം, അവന്റെ സുഖം, സൗകര്യം അത് എത്ര വലുതാണെങ്കിലും യൗമൻ ഒരു ദിവസം വരാനുണ്ട്. യൗമൻ ഒരു ദിവസം വരാനുണ്ട്. അല ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു, ആ ദിവസം ആ കട്ടിലിൽ അവൻ ചുമക്കപ്പെടുക തന്നെ ചെയ്യും. ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ഉറപ്പാണ്. അങ്ങനെ മയ്യത്ത് കട്ടിലിൽ ചുമക്കപ്പെടുന്ന ദിവസം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അല്ല, ജീവിതം വന്ന് തീരുകയല്ല, യഥാർത്ഥത്തിലെ ജീവിതം വന്ന് ജീവിച്ചു തുടങ്ങുകയാണ്. എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ ആ ദിവസമാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ ഡേറ്റ്. ജീവിക്കാൻ അന്നാ തുടങ്ങുന്നത്. കാരണം എന്താ അറിയോ? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, മരണസമയത്ത് മനുഷ്യന്മാരെ ചോദിക്കും, ഐനൽ മഫർ, എവിടെയാപ്പ ഒന്ന് പോയിട്ട് ഒളിക്കുക? ഇതെങ്ങനെയാ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുക? വഖീല മൻ റാഖ്, എന്തെങ്കിലും ദുആകൾ പറഞ്ഞ് ചികിത്സിച്ച് രക്ഷപ്പെടുത്തി ആയുസ് തിരിച്ചു കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചിന്തിക്കും ഓരോരുത്തരും. അല്ലാഹു പറഞ്ഞു, കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. എങ്ങോട്ട് ഓടാൻ കഴിയില്ല, എവിടെയും പോവാൻ കഴിയില്ല. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കട്ടികട്ടിയുള്ള പാറക്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കിയ വലിയ കോട്ടക്കകത്താണ് നിങ്ങളെങ്കിലും മലക്കുൽ മൗത്ത് വന്നിട്ട് തൂക്കിയിട്ട് കൊണ്ടുപോകും. എവിടെ പോയി ഒളിച്ചാലും ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, നീ പോകാൻ പോകുന്നത് നിന്റെ റബ്ബിന്റെ കോടതിയിലേക്കാണ്. ഈ സലാഹുദ്ദീനും പോകുന്ന അങ്ങോട്ട് തന്നെ, ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ മുവഹ്ഹിദുകൾ പോകുന്നതും റബ്ബിന്റെ കോടതിയിലേക്ക്, ദർബാറിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തു, നബിയേ നിങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം, എന്റെ കോടതിയിലേക്ക് അവർ വരുമ്പം ഒറ്റക്കേ ഉണ്ടാവും. ദുനിയാവിലേക്ക് വരുമ്പം ഉപ്പ, ഉമ്മ, മുത്തമ്മ, ഇളയപ്പ, പെങ്ങള്, ആങ്ങള ചിരിക്കാണ്. യബ്ന ആദം, ആദം സന്തതികളെ, നിങ്ങൾ ദുനിയാവിലേക്ക് പ്രസവിച്ചു വീണ് വന്ന ദിവസം വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ, നിന്റെ ബന്ധുമിത്രാദികൾ ചുറ്റുമിരുന്ന് ചിരിക്കുകയായിരുന്നു. നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട്, നിന്നെ പൊക്കിയെടുക്കാൻ, ഓമനിക്കാൻ, ചുംബിക്കാൻ, മുത്താൻ, നിനക്ക് ആഭരണം തരാൻ, വസ്ത്രം തരാൻ, പൗഡർ ഇട്ടുതരാൻ, കുളിപ്പിച്ചുതരാൻ, എത്രയാള്, എത്ര കൈകൾ കൈമാറി എടുക്കാൻ. പക്ഷെ അള്ളാന്റെ കോടതിയിലേക്ക് നീ പോകുമ്പം വലഖദ് ജിഅ്തുമൂന ഫുറാദാ, നീ ഒറ്റയ്ക്കുണ്ടോ? ഒറ്റയ്ക്കുണ്ടോ? നീ വളരെ ജിഗ്രി ദോസ്തില്ലേ, ഹമീം, ഹമീം, മനസ്സിന്റെ ഉള്ളകത്ത് ഇങ്ങനെ കണക്ഷനുള്ള ചങ്ങാതിമാർ. ലാ യസ്അലു ഹമീമുൻ ഹമീമ, ആ ചങ്ങാതി വരെ എന്റെ കോടതിയിൽ നിന്നെ തിരിഞ്ഞു നോക്കൂല. പോട്ടെ, കൂട്ടുകാരും ചങ്ങാതിമാരും ഭാര്യയും മക്കളും കൂടപ്പിറപ്പുകളും നിന്റെ പിതാവും ഇവരൊക്കെയും നിന്നെ ഒഴിവാക്കിയാലും നിന്നെ ചേർത്ത് നെഞ്ചോട് പിടിക്കുന്ന നിന്റെ ഉമ്മയില്ലേ, ഉമ്മ, പ്രസവിച്ച എന്റെയും നിങ്ങളുടെയും ഉമ്മ, ആ ഉമ്മ വരെ നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. ആ ഉമ്മ വരെ നിങ്ങളെ കാണുമ്പോൾ ഓടുന്ന ദിവസത്തിലേക്കാ നിങ്ങൾ വരാൻ പോകുന്നത്. ഒരാൾ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. വലഖദ് ജിഅ്തുമൂന ഫുറാദാ, ആകെ എന്താ ഉണ്ടാവുന്നറിയോ? നിങ്ങളുടെ ദീൻ. ആകെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് നിങ്ങളുടെ ദീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ചെറിയ കാലത്തെ ജീവിതത്തിൽ പരിഗണിക്കേണ്ടത് ദീനാണ്. അതിൻ്റെ അപ്പുറത്തായിരിക്കണം ബാക്കിയെല്ലാം. ഓരോ ദിവസവും നഫ്സിനോട് ചോദിക്കണം. ഉറങ്ങാൻ വേണ്ടി മെത്തയിൽ കിടക്കുന്ന സമയം ഹാസിബ് നഫ്സക്, നിന്റെ നഫ്സിനെ നീ വിചാരണ ചെയ്യണം. ഇന്നെന്തൊക്കെ ചെയ്തു, ഇന്നെങ്ങനെയുണ്ട് ഈമാൻ, ഇന്നത്തെ തൗഹീദ് എങ്ങനെ, ഇന്ന് സുന്നത്ത് എത്ര ചെയ്തു, ഇന്നത്തെ നിസ്കാരം എങ്ങനെ, ഇന്നെത്ര പരോപകാരങ്ങൾ ചെയ്തു, ഇന്നെത്ര സദഖ ചെയ്തു, ഇന്നെത്രത്തോളം നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് ഓരോ ദിവസവും ഹിസാബ് ചെയ്യണം. ഓരോ ദിവസം. കാരണം അങ്ങോട്ടാ പോകുന്നത്. ആ പോകുന്ന ദിവസം ഉണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റബ്ബിനോട് നേർക്കുനേരെ സംസാരിക്കാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത റബ്ബിനോട്, ഇതുവരെ കണ്ണുകൊണ്ട് കാണാത്ത റബ്ബിനോട്, സങ്കൽപ്പിക്കാൻ കഴിയാത്ത റബ്ബിനോട്. നേർക്കുനേരെ സംസാരിക്കും. ആ സംസാരം എന്തായിരിക്കും അറിയോ? ദുനിയാവിൽ അള്ളാഹു തന്ന ജീവിതത്തിന്റെ വിചാരണ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു എന്ന ദാതാവിന്റെ, അള്ളാഹുവാകുന്നതെല്ലാം നൽകിയവന്റെ വിചാരണ, ചോദ്യോത്തരം. എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, എന്താ ഇങ്ങനെയായി, എന്താ ഇങ്ങനെയായില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയൻദുറു ഐമന മിൻ, വലതുഭാഗത്തേക്ക് നോക്കും. ഈ അടിമ എന്തെങ്കിലും കൊണ്ടുവന്നതുണ്ടോ നോക്കാൻ. അവിടെ നോക്കുന്നു. ഉപ്പാനെ ആയിരിക്കൂല, ഉമ്മാനെ ആയിരിക്കൂല, ചങ്ങാതിമാരെ ആയിരിക്കൂല, ഉസ്താദുമാരെ ആയിരിക്കൂല, തങ്ങന്മാരായിരിക്കൂല, ജാറങ്ങളും തെറുക്കുകളും ഉണ്ടാവൂല, ഇക്കാണുന്ന ഉലിയാക്കളും മയ്യത്തുകൾ ഉണ്ടാവൂല. ആകെ നോക്കുന്നത് ദീൻ എന്ത് കൊണ്ടുവന്നതായിരിക്കും. ഫയൻദുറു ഐമന മിൻ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ദുനിയാവിൽ എന്താണോ ചെയ്തു കൊണ്ടുവന്നത് അതല്ലാണ്ട് ഒരു പൊടി അവിടെ കാണാൻ കഴിയില്ല. പെട്ടിയിൽ എന്ത് നിറച്ചുവോ അതവിടെ കാണും. ഇല്ലേ? ഒന്നും ഉണ്ടാവില്ല. വേറെ ഒരാൾക്ക് നമുക്ക് വേണ്ടി തരൂല്ല. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ഒരു സുബ്ഹാനല്ലാഹ് ചോദിച്ച് കിട്ടി രക്ഷപ്പെടാൻ, ഒരു 2 റക്അത്ത് ചോദിക്കാൻ, ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സവാബ് പ്രസവിച്ച ഉമ്മയോട് യാചിക്കാൻ വേണ്ടി നോക്കിയാൽ ഉമ്മ മുഖം തിരിച്ചിട്ട് ഓടും. ഖുർആൻ യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി. ആകെ ഉള്ളത് കൊണ്ടുവന്ന സാധനം മാത്രം. ഇവന് ബോധ്യപ്പെടും ഇത് കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റൂല. ഫയൻദുറു അശ്മഅ മിൻ, ഇടതു ഭാഗത്തേക്ക് നോക്കും. എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ പെട്ടിയിൽ. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്ത് ചെയ്തു അത് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പൊ എന്താ ചെയ്യുന്നത് ഞാനും നിങ്ങളും ചിന്തിക്കണം. പെട്ടി നിറയുന്നുണ്ടോ? ബാങ്ക് നിറയുന്നുണ്ടാവും. അത് മക്കൾക്കുള്ളതാ, പോകുമ്പം അനന്തരാവകാശികൾക്കുള്ളതാണ്. നമുക്ക് കൂടെ കൊണ്ടുപോകാനുള്ള 2 പെട്ടിയുണ്ട്. കണ്ണോണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ കൂടെ കൊണ്ടുപോകാനുള്ള പെട്ടിയുണ്ട്, ബോക്സ് ഉണ്ട്. അത് നിറയുന്നുണ്ടോ എന്ന് ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അവിടെ ചെന്നിട്ട് നോക്കും ഇടതു ഭാഗത്തേക്ക്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ഒന്നുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലതുഭാഗത്തും ഒന്നുമില്ല, ആരുമില്ല രക്ഷപ്പെടുത്താൻ. ഇടതുഭാഗത്തും ഒന്നുമില്ല, ആരുമില്ല. ഫയൻദുറു തിൽഖാഅ വജ്ഹിഹി, അവൻ നേരെ മുന്നിലേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ അന്നാറ തിൽഖാഅ വജ്ഹിഹി, അവന്റെ മുമ്പിൽ ആകെ അവന് കാണാൻ കഴിയുന്നത് നരകം മാത്രമാണ്, വേറൊന്നുമില്ല. എന്തുകൊണ്ടറിയോ? അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അതിന് തടയിടാൻ, അതിന് കോട്ട കെട്ടാൻ ദുനിയാവിൽ തന്ന അവസരം പാഴാക്കി കളഞ്ഞവൻ. അവിടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ വിചാരണ ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും. ദുനിയാവിൽ ജീവിച്ച് മരണമടഞ്ഞ അല്ലാഹുവിന്റെ ദർബാറിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിസാബിന് വേണ്ടി വന്ന് അടിമകളെ കൂട്ടി നിർത്തി മലായികത്തിനെ കൊണ്ട് വലയം ചെയ്യിപ്പിച്ച് ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് പ്രത്യക്ഷനായി ഒരു ഭാഗത്ത് നരകത്തെ വലിച്ച് കൊണ്ടുവരപ്പെട്ട് അതിനെ അടിമകൾക്ക് കാണിച്ചവരെ പേടിപ്പെടുത്തി ഉടമസ്ഥൻ വിചാരണയ്ക്ക് വേണ്ടി വരും. എന്തായിരിക്കും അല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യം? അടിമയോട് അല്ലാഹു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തിനെ കുറിച്ചായിരിക്കും? ആ ഉത്തരം കണ്ടെത്തി സ്വന്തം ജീവിതത്തിൽ അത് ഉണ്ടാക്കിയവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ തോറ്റു, പരാജയപ്പെട്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ തങ്ങളുടെ ചോരബന്ധത്തിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിക്കോളി, ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്യൂല. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. ഒരു തെറ്റിദ്ധാരണ ശൈത്താൻ നമ്മുടെ മനസ്സിലിട്ട് തന്നിട്ടുണ്ട്. അവർ നമ്മളെ കാര്യം നോക്കിക്കോളും. തങ്ങന്മാരുണ്ട്, ശൈഖന്മാരുണ്ട്, ഈ പ്രസംഗിക്കുന്ന ഉസ്താദുമാര്, മൗലവിമാർ, ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ നമുക്ക് ബന്ധമുള്ളല്ലേ? അപ്പൊ ഇവരൊക്കെ നമ്മുടെ നാളെ ആഖിറത്തിൽ മഹ്ശറിൽ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടുത്തിക്കോളും. പിശാചി ദുർബോധനം നടത്തി ഉണ്ടാക്കി തരുന്ന തെറ്റിദ്ധാരണ മാത്രമാണ് സത്യമല്ല. ആരുണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമക്ക് ഉണ്ടാവണം. അതും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളും വരില്ല. ആരെങ്കിലും അഥവാ നിങ്ങളടുത്ത് അങ്ങനെ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, നമ്മളുണ്ട്, റാഹത്തായിട്ട് പൊയ്ക്കോടി എന്നാരെങ്കിലും പറഞ്ഞാൽ, ചില തങ്ങന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, ആൾക്കാരെ പറ്റിക്കാൻ അങ്ങനെ പറഞ്ഞു കളയും. ഇതേപോലെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന ചില തങ്ങന്മാര് അവരങ്ങനെ പറഞ്ഞു കളയും. പ്രശ്നമൊന്നും ആക്കണ്ട, നമ്മളെ മുരീദായാ മതി, നമ്മളെ സലാത്ത് ഹൽക്കയിൽ വന്നാ മതി, നമ്മുടെ ദിക്ർ ഹൽക്കയിൽ വന്നാ മതി, നമ്മുടെ ജാറത്തിന്റെ റൂസിന് വന്നിട്ടാണ് നേർച്ചയാക്കിയാ മതി, ബാക്കി നമ്മൾ ഏറ്റു എന്ന് ശുദ്ധ മണ്ടത്തരം പ്രസംഗിക്കുന്ന, സാധാരണക്കാരന്റെ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യുന്ന, സാധാരണക്കാരന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് സമ്പത്ത് കട്ടെടുക്കുന്ന ചില മനുഷ്യന്മാർ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, കർണാടകത്തിലുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ കള്ളനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കള്ളനാണ്, പറഞ്ഞത് കള്ളത്തരമാണ്, വിശ്വസിച്ചു പോകരുത്. എന്താ കള്ളെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാ അത് കള്ളത്തരമാണെന്ന് പറയാൻ കാരണം? ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ആകാശത്തിന്റെ കീഴെ ജീവിക്കുന്ന മനുഷ്യരിൽ ഇനി അങ്ങനത്തെ ഒരാളെ ഒരു ഉമ്മയും പ്രസവിക്കൂല. ഇലാ യൗമിൽ ഖിയാമ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുപോലത്തെ മനുഷ്യൻ. എന്താ പ്രത്യേകത? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനിയിപ്പോ എന്താ വേറെ വേണ്ടത്? ഇനിയിപ്പോ വേറെന്താ വേണ്ടത്? ഒരു ദിവസം കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുന്നു അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ വന്നു, യാ മുഹമ്മദ്, യാത്രക്ക് തയ്യാറായിക്കോളി. ആരാ ഇയാള്? യാത്രക്ക് തയ്യാറായിക്കോളി. എങ്ങോട്ടാ ജിബ്രീലേ? ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവണം, അവിടെ നിന്ന് 7 ആകാശത്തിന്റെ പുറത്ത് അർശിന്റെ അടുത്തേക്ക് പോവണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ അടുത്തേക്ക് പോയത് സ്വപ്നത്തിലല്ല. സ്വപ്നത്തിൽ പോക്ക് അത്ഭുതമൊന്നുമല്ല. ഞാൻ പറയാ നിങ്ങളോട്, ഞാൻ ഇന്നലെ അമേരിക്കയിൽ പോയിട്ട് വന്നു. നിങ്ങളിങ്ങനെ ബടായി വിടല്ലപ്പ. ഞാൻ പറഞ്ഞല്ല, സ്വപ്നത്തിലാ. അപ്പൊ നിങ്ങെന്താ പറയാ? ഞാൻ ഇന്നലെ ലണ്ടനിൽ പോയിട്ട് വന്നില്ലല്ലോ. അതാർക്കും പോവാ, എവിടെയും പോവാ, സ്വപ്നത്തിൽ. മുഹമ്മദുർ റസൂലുള്ളാഹി ഭൗതിക ശരീരം കൊണ്ടുപോയി 7 ആകാശത്തിന്റെ അപ്പുറത്ത് അള്ളാഹു കൊണ്ടുപോയി. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى. الله പറഞ്ഞതാണ്, എന്റെ നബിനെ ഞാൻ കൊണ്ടുപോയി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അതിന്റെ അപ്പുറത്തും ചെയ്യാൻ പറ്റും. അതെന്റെ ഹബീബാണ്, നിങ്ങൾ പോലത്തെ ആളല്ല. ഞാൻ കൊണ്ടുപോയി എന്റെ അർശിന്റെ അടുത്ത് സംസാരിച്ചു, നിസ്കാരം സമ്മാനം കൊടുത്തിട്ട് അതേ രാത്രിയിൽ തിരിച്ചയച്ചു. അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആള്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ശറ മൈതാനി ജനങ്ങളൊക്കെ വലിയ ഒപ്രാളത്തിന് പേടിച്ചു വിറച്ച്, സൂര്യൻ ഒരു ചാൻമുകളിൽ, തറയിൽ ചെമ്പിന്റെ തറ, വിയർപ്പില് മുങ്ങി കുളിച്ച് പേടിച്ച് വിറച്ചെന്ത് ചെയ്യാൻ പറ്റുമെന്ന പേടിയിലെ അവസ്ഥയില് ആൾക്കാരോടും ആദമിന്റെ അടുത്തേക്ക് ശുപാർശ പറയാൻ. പിന്നെ പോകും നൂഹിനടുത്ത്. അങ്ങനെ പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അന ലഹ, ഒരാൾക്കും അതിന് അവകാശമില്ല, അതിന്റെ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ആള്. എന്താ ആൾക്ക് എല്ലാ നബിമാരും പറയും നഫ്സി നഫ്സി നഫ്സി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. അങ്ങനത്തെ ആള്. അതിനെക്കാളും വേറെ പൗരവരായിണ്ടല്ലോ. ഏത് തങ്ങക്ക അതിനേക്കാളും വലുതുള്ളത്? CM-നുണ്ടോ അതിനേക്കാളും വലുത്? ഉള്ളാളത്തുപ്പാപ്പ അതിനേക്കാളും വലുത് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ കർണാടകത്തിലോ കേരളത്തിലോ കാണുന്ന ഏതെങ്കിലും ഒരുത്തിക്ക് അതിന്റെ പൊടിയെങ്കിലും ഉണ്ടോ? വല്ലാഹി ഇല്ല, ആവൂല. അങ്ങനെ ശുപാർശ കഴിഞ്ഞു. നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട പാലവും കടന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇതാ ആളുകൾ കാത്തിരിക്കുന്നു. ഏതാ ഈ ആളുകൾ?
അബുൽ ബശർ ആദം അലൈഹിസ്സലാം തൊട്ട് ഈസ അലൈഹിസ്സലാം വരെയുള്ള അംബിയാ മുർസലീങ്ങൾ മുഴുവനും ഉണ്ട്. ഓരോരോ പ്രവാചകന്മാരുടെയും സഹാബാക്കളുണ്ട്. മുഅ്മിനീങ്ങള് മുവഹിദീങ്ങള് സ്വർഗത്തിൽ പോവാമെന്ന് കാത്തിരിക്കുന്നു, ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൻ അത്റുഖു ബാബൽ ജന്ന. ഞാൻ വന്നിട്ട് സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടണം, അല്ലാണ്ട് സ്വർഗം തുറക്കൂല. ഞാൻ ചെന്നിട്ട് മുട്ടും. അപ്പൊ അതിൻ്റെ ഉള്ളത് ചോദിക്കും, മൻ അന്ത്, ആരാണത്? ഞാൻ പറയും, അന മുഹമ്മദ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ മലക്ക് പറയും, ബിക ഉമിർത്, നിങ്ങൾ വന്നാലേ തുറക്കാൻ പാടുന്നു എന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആള് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോള് ഫാത്തിമാനെ വിളിച്ചു, യാ ഫാത്തിമത ബിൻത റസൂലില്ലാഹ്. അള്ളാന്റെ മോൾ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ, സലീമിൻ മാലി മാ ശിഅതി, സലീമിൻ മാലി മാ ശിഅതി. നിന്റെ ഉപ്പാന്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ ചോദിച്ചോളേ. ബാപ്പ മിസ്കീനാണ് മോളെ, എന്നാലും നിനക്ക് എന്തെങ്കിലും തരാം. പൊന്നുമോള് ചോദിച്ചാൽ സലീമിൻ മാലി മാ ശിഅതി. പക്ഷെ എന്റെ മോള്, പ്രിയപ്പെട്ട മോള് ഫാത്തിമ, ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോളേ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ എന്റെ മോളാണെന്നും പറഞ്ഞാൽ നിനക്കൊരു ഉപകാരവും കിട്ടൂല. അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോളേ. ആരെ വേക്കിലാ പോകുന്നു? പിന്നെ നമ്മള് ഏത് തങ്ങളെ വേക്കിലാ പായുന്നു? ഏത് സലാത്ത് ഹൽക്കയിൽ പോയിട്ട് ഉറക്കം വെച്ചിട്ടാ ഇത് കിട്ടുമെന്ന് വിചാരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെക്കാളും വലിയ കണക്ഷൻ വേറെ കിട്ടാറുണ്ട് ദുനിയാവില്? ഇല്ല മോളെ, നിനക്കൊരു ഉപകാരവും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. നരകത്തിന് നീ നിന്നെ കാത്തോളേ. ഇത് അള്ളാന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ആ ബാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ഒരാളെയും പ്രതീക്ഷിക്കണ്ട. അള്ളാന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പം ചോദിക്കും, ആദ്യത്തെ ചോദ്യം നമ്മളെ ഈമാനെ സംബന്ധിച്ചാണ്. ആദ്യത്തെ ചോദ്യം നമ്മളെ ഈമാൻ. അതിന് മറുപടി ഉണ്ടെങ്കിലേ നിസ്കാരത്തിന്റെ ഹിസാബുള്ളൂ. അങ്ങനെ അതിന് മറുപടി ഉണ്ടെങ്കിലേ നോമ്പിന്റെ, ഹജ്ജിന്റെ, സക്കാത്തിന്റെ ഹിസാബുള്ളൂ. പിന്നെ സൽസ്വഭാവത്തിന്റെ തൂക്കുള്ളൂ. പിന്നെ ദാനധർമ്മങ്ങളുടെ തൂക്കുള്ളൂ. ആദ്യത്തെ ചോദ്യം കലിമത്തു ഷഹാദയിൽ അല്ലാഹുവിന് കൊടുത്ത കരാറ് പൂർത്തിയാക്കിയോ ഇല്ലയോ? ആ ഒറ്റ ചോദ്യത്തിന്റെ മറുപടിയിൽ വിജയ പരാജയം തീരുമാനിക്കപ്പെടും. കൊടുത്ത കരാറ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചു, ഇല്ലേ നീ തോറ്റവനാണ്. 80 കൊല്ലം സുജൂദിൽ നിന്ന് എഴുന്നേക്കാതെ സുജൂദിൽ തന്നെ കടന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരായുസ് മുഴുവനും നിസ്കാരത്തോട് നിസ്കാരം, നോമ്പോട് നോമ്പ്, ലക്ഷക്കണക്കിന് രൂപ സദഖ, വർഷാവർഷം ഹജ്ജ്, ഇടക്കിടക്ക് ഉംറ, പാവങ്ങളെ സഹായിക്കും, വീട് വെച്ചു കൊടുക്കും, കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെ നന്മകളുടെ കൂമ്പാരം ഒരു തെറ്റേ ജീവിതത്തിൽ ആകെ ചെയ്തിട്ടുള്ളൂ. എന്താ സംഗതി എന്നറിയോ? തങ്ങൾ പൂ നൂതിക്കൊടുത്തൊരു നൂല് എപ്പോഴും കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ജാലത്തുനിന്ന് കിട്ടിയൊരു ചരട് എപ്പോഴും മരയിലുണ്ടാവും, അല്ലെങ്കിൽ പീടിയന്റെ വെൽപ്പില് ഒരു കടലാസിന്റെ കഷ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിന്റെ മൂലക്ക് ഒരു കുപ്പി തൂക്കിയിട്ടുണ്ടാവും. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ പറഞ്ഞ സാധനങ്ങൾ എനിക്കെന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ, എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്ന് ഇവകളുണ്ടെങ്കിൽ കാവൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ആണ് ഇത് ചെയ്തതെങ്കിൽ വല്ലാഹി സത്യം, അവൻ ഈ ചെയ്ത നന്മകളും മുഴുവൻ ബാത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ അള്ളാന്റെ ചോദ്യം ആദർശത്തെ സംബന്ധിച്ചാണ്. ഏതാണ് ഈ ആദർശം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് പൂർത്തിയാക്കിയോ ഇല്ലയോ? ഏതാണ് ആ കരാറ്? എന്താണ് ആ കരാറിന്റെ അർത്ഥം? ഐലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇത് സലഫികളുടെ പ്രഖ്യാപനമല്ല, ഇത് മുജാഹിദീങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഫാ മലന്റെ മുകളിൽ കയറി പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രഖ്യാപനം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാര്, സഹോദരിമാര് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാവും, സെലഫികൾ വരും പലതും പറയും, അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. പക്ഷെ പറയുന്ന എന്താന്ന് ശ്രദ്ധിച്ചോളി, ഈ പറയുന്നവരാരും നാളെ ആഖിറത്തിൽ കൂടെ ഉണ്ടാവില്ല.
അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രസംഗിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി മലന്റെ മുകളിൽ കയറി നിൽക്കുമ്പം താഴെ കൂടി നിന്ന ഖുറൈശികളുടെ വിശ്വാസം എന്തായിരുന്നു? ഒന്ന് ചിന്തിക്കണം. കാരണം മൗലവിമാര് പ്രസംഗിച്ചിട്ട് പറയാ അതേതോ മതക്കാരായിരുന്നു, അവരേതോ അല്ലാഹനെ വിളിക്കുന്ന ഏതോ ഒരു ടീമായിരുന്നു. അല്ല, ഖുർആന്റെ ഭാഷയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അല്ലാഹു മാത്രം എന്നാണോ പറയാൻ വന്നത്, അതേ അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ അത്ര ഉറപ്പുള്ള വിശ്വാസികളായിരുന്നു ഖുറൈശികൾ. അവർ അല്ലാഹനെ നിഷേധിച്ചിട്ടില്ല. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞ കൂട്ടരല്ല, അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞ കൂട്ടരല്ല. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ നബിയേ, ആ കൂടി നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി നബിയേ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെന്ന്. ലയഖൂലുന്ന അല്ലാഹ്, അവര് പറയും അല്ലാഹുവാണെന്ന്. ആര്? അബൂജഹല്, അബൂലഹബ് തങ്ങള്, അബൂ താലിബ് തങ്ങള്, പിന്നെ ഉമ്മു ജമീല തങ്ങൾച്ചി, അവരൊക്കെ തങ്ങന്മാരാണ്. നമ്മൾ ഈ തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരം എന്തോ സ്വർഗത്തിൽ നിന്നിട്ട് എടുത്തിട്ട് ഇവിടെ വെച്ച പോലെ. അബൂ താലിബ് തങ്ങളാ. അബൂലഹബ് എന്ന നരകത്തിന്റെ തീകുണ്ടത്തിൽ കരിക്കപ്പെടുന്ന ആ ദുഷ്ടൻ, അവനും തങ്ങളാ. റസൂലുള്ളാഹിന്റെ ചോര അവിടെ തങ്ങളായിട്ടൊന്നും ഉപകാരമുണ്ടാവില്ല. ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ തോന്നലുണ്ട്, പേരിന്റെ മുമ്പിലോ ആഷ്ടോ തങ്ങളെന്ന് സയ്യിദ് എന്ന് പേര് കൊടുത്താൽ മതി, ഞാൻ സ്വർഗത്തിലായി എന്ന്. അങ്ങനത്തെ ഒരു രീതിയെ ഇസ്ലാമിലില്ല. അങ്ങനെയാകുമായിരുന്നെങ്കിൽ അബൂ താലിബ് തങ്ങൾ സ്വർഗത്തിൽ പോണം. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ. അത് എങ്ങനത്തെ തങ്ങള്? അലം യജിദിക യതീമൻ ഫആവ എന്ന് ഖുർആൻ പറഞ്ഞ് ആ തങ്ങളെ പറ്റിയ. നിങ്ങൾ അനാഥനായിരുന്നല്ലോ, ഉപ്പയും ഇല്ലല്ലോ, നിങ്ങളെ ഞാൻ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു. ഏതാ കൈകള്? അബ്ദുൽ മുത്തലിബും മൂത്താപ്പ അബൂ താലിബും. എത്ര വലിയ തങ്ങളാത്! മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ചത് അബൂ താലിബല്ലേ? അയാളുടെ മരണത്തിന് ശേഷമല്ലേ ഖുറൈശികൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചത്? അതുപോലെ പൂർണ്ണ സംരക്ഷണം കൊടുത്ത അബൂ താലിബ് എന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ മൂത്താപ്പ മരിച്ചു. മകൻ അലി ഇബ്നു അബീ താലിബ് ഓടി വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. ശ്രദ്ധിക്കണേ, അലി ഇബ്നു ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച സഹീഹായ സനദുള്ള ഹദീസാണ്. അലി ഇബ്നു അബീ താലിബ് ഓടി വന്നു പറയാണ്, യാ റസൂലല്ലാഹ് ഖദ് മാത അമ്മുക ശൈഖു ദ്ദാൽ. അങ്ങനെ ഖദ് മാത അമ്മുക ശൈഖു ദ്ദാൽ, നിങ്ങളുടെ മൂത്താപ്പ, എന്റെ ഉപ്പ എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാ അറിയോ? ആദർശ ബന്ധമില്ലാത്തൊരു ബന്ധവും അല്ലാഹു പരിഗണിക്കുന്നില്ല. അതാണ് ആദർശത്തിന്റെ കട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കടുപ്പം. ഖദ് മാത അമ്മുക, നിങ്ങളുടെ മൂത്താപ്പ ഇതാ മരിച്ചിരിക്കുന്നു. എങ്ങനത്തെ മൂത്താപ്പ? രണ്ട് സിഫത്തുകൾ പറഞ്ഞു. അശ്ശൈഖു, വൃദ്ധനായ, അദ്ദാലു, വഴിപിഴച്ചവനായ, ദലാലത്തിന്റെ വക്താവായ അബൂ താലിബ് എന്ന എന്റെ ഉപ്പ, നിങ്ങളെ മൂത്താപ്പ തങ്ങള് മരിച്ചിരിക്കുന്നു നബിയേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫവാരി, ഇദ്ഹബ് ഫവാരി, നീ പോയിട്ട് കബറടക്കിയിട്ട് വാ, ഞാൻ വരുന്നില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലിന്റെ മൂത്താപ്പയാണ്, തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ആളാ. പക്ഷെ അള്ളാന്റെ റസൂൽ കബറടക്കാൻ പോയില്ല. എന്തുകൊണ്ടറിയോ? എല്ലാ നല്ല ഗുണങ്ങളുണ്ട്, ഒറ്റൊന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ കരാറ് ബാത്തിലാക്കി കളഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല ആൾക്കാരും പറയും, അന്ന് ആ മലന്റെ മുകളിൽ കയറി നിന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൂടിയ ആ ഖുറൈശി കൂട്ടം അള്ളാഹിനെ നിഷേധിച്ച ആൾക്കാരൊന്നുമല്ല, പൂർണ്ണമായും വിശ്വസിച്ച ആൾക്കാരാ. പക്ഷേ അവർക്കൊരു തെറ്റുപറ്റിപ്പോയി. അവരെന്ത് ചെയ്യുന്നറിയോ? കരാറിനെ ബാത്തിലാക്കി. രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ആ രണ്ട് കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിം എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു സുമറിൽ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. നബിയെ, അല്ലാഹുക്കുള്ളതാണ് ഇബാദത്ത്, ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ അല്ലാഹുക്കൊരു പങ്കാളിയില്ല, പാർട്ട്ണർഷിപ്പ് ഇല്ല, ഒരു സഹായിയില്ല, ഒരു കൂട്ടാളിയില്ല, അവനെ പോലെ ആരുമില്ല. അത് അല്ലാഹുക്ക് മാത്രം തന്നെ നൽകണം. എന്നാൽ ചില ആളുകൾ
അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, സഹായികളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവർ ചില ആളുകളെ അവര് ബന്ധമാക്കിയിട്ടുണ്ട്. അവരോട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ അവര് പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മക്കത്തെ ഖുറൈശ്, മക്കത്തെ മുശ്രിക് ചോദിച്ചാ പറയും ഇവരൊന്നും ലാത്തയോ ഉസ്സയോ മനാത്തയോ ഹുബലോ അതോ ഇതോ ഇതൊന്നും അള്ളാഹുവാന്ന് വിശ്വസിച്ചിട്ടല്ല നമ്മൾ ഈ വിളിക്കുന്നത്. ഇവർക്കൊന്നും അള്ളാഹുവാൻ പറ്റൂല. പക്ഷെ അവരൊക്കെ മഹാന്മാരാണ്, അള്ളാഹ് കൊടുത്ത കഴിവുള്ളവരാണ്. ആ കഴിവ് വെച്ച് നമ്മൾ അവരെ നമ്മളുടെയും അള്ളാഹിന്റെയും ഇടയിൽ ഇടയാളന്മാരാക്കുന്നു എന്ന് മാത്രം അള്ളാഹു വിളിച്ചു. അവരെ ഈ മുശ്രിക്കാൻ എനിക്ക് അങ്ങനത്തെ അടയാളൻ ആവശ്യമില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് ഔലിയാക്കളെ അടയാളന്മാരാക്കുന്നവർ, ആവശ്യപൂർത്തീകരണത്തിന് ജാറത്തിലേക്ക് പോകുന്നവർ, രോഗം വന്ന രോഗശമനത്തിന് ജാറത്തിൽ ചെല്ലുന്നവർ, ഉറൂസിന്റെ ഡേറ്റ് കാത്തിരുന്ന് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവർ, ആവശ്യങ്ങൾ നേടാൻ അവരാരും ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മയ്യത്ത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടെങ്കിൽ അത് അള്ളാഹു എന്ന് വിശ്വസിച്ച് പോയവരല്ല, മഹാന്മാരാണ്. അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവ് വെച്ച് അവരെ നമ്മുടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അടയാളന്മാരായി വിശ്വസിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, മക്കത്തെ മുശ്രിക്ക് അങ്ങനെ വിശ്വസിപ്പിച്ച അള്ളാഹു വിളിച്ചു നീ മുസ്ലിം അല്ല, നീ മുശ്രിക്കാൻ. പക്ഷെ നമ്മളിപ്പോഴും വിളിക്കുന്നു മുസ്ലിം എന്നെ. അതെങ്ങനെയാ? ഔല, വല്ലാഹി ഔല. മുവഹിദുകളെ, കലിമത്തു തൗഹീദിന്റെ നിബന്ധനകൾ പാലിക്കാത്തവർ, ഉടമസ്ഥന് കൊടുത്ത കരാറ് ലംഘിക്കുന്നവർ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തപ്പെട്ടവരല്ല, അവർ മുശ്രിക്കിന്റെ പട്ടികയിൽപ്പെട്ടവരാണ്. എന്തുകൊണ്ട് ഖുറൈശികൾ മുശ്രിക്കായി? അതേ കാരണം കൊണ്ട്. വിഷയം നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും ഓച്ചാനിച്ചിട്ട് ആഖിറം നഷ്ടമാക്കി കളയണ്ട. ഒന്നാമത്തെ അപകടം ഖുറൈശികൾക്ക് സംഭവിച്ചത് ഈ മഹത്തുക്കളെ അടയാളന്മാരാക്കി. രണ്ടാമതൊരു അപകടം സംഭവിച്ചു. എന്താ പറ്റിയെന്നറിയോ? അള്ളാഹു പറയാൻ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവർ അല്ലാഹുക്ക് പുറമേ ചില ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കും. കേട്ടിട്ടേ? CMA എന്ന് വിളിക്കുന്നത് കേട്ടിട്ടേ? നിങ്ങൾ കർണാടകത്തിൽ അത് എത്തിയോ ഇല്ലോ എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഇപ്പൊ അങ്ങനെയാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരെ എന്ത് വിളിച്ചാൽ മതി? സിയം നേരെ സ്വർഗത്ത് പോവാൻ. മഅദല്ലാഹ്. പുരോഹിത വർഗത്തിന്റെ ശർറിൽ അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ. ദുആ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഇഷ്ടം ശൈഖ് ജീലാനിയെ പള്ളി മെഹ്റാബിന്റെ ഉള്ളകത്ത് വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? റബീഉൽ ആഖിർ മാസം വരുമ്പോഴേക്ക് ഖുതുബിയ്യത്തിന്റെ റാത്തീബുകൾ നടത്തി ഉസ്താദുമാരും മുഅല്ലമാര് ജൂത പരീക്ഷകളെ കടമെടുത്ത് ഇസ്ലാമിനെ കൊന്നുകളയാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളായി മാറിയവർ ജുമുഅത്ത് പള്ളിന്റെ മിഹ്റാബിൽ നിന്ന് ശൈഖ് ജീലാനിയെ നേർക്ക് നേരെ വിളിച്ച് ദുആ ചെയ്തു. നേർക്ക് നേരെ. ഖുതുബിയ്യത്തിന്റെ വരികൾ അതിന് സാക്ഷിയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള പാവങ്ങൾ, തിരിയാത്തവർ പോയിട്ട് ഉസ്താദന്മാരോട് ചോദിക്കും. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ സലഫികള്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ചിലപ്പോ നല്ല മറുപടി കിട്ടും, ഇല്ലെങ്കിൽ പറയും പോടാ നീ സലഫിയായി, മുണ്ടാൻ പാടില്ല. രണ്ടാമതൊന്നും സംഭവിക്കും. അള്ളാഹു പറയാൻ വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. ഈ ഖുറൈശികളുടെ പ്രശ്നം എന്താ അറിയോ? റസൂലുള്ളാഹിന്റെ കാലഘട്ടക്കാല പ്രശ്നം എന്താ അറിയോ? അള്ളാഹു അല്ലാത്തവരെ അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അവരാകട്ടെ ഒരു ഉപകാരവും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല. സീവനം മരിച്ചിട്ട് മണ്ണായിട്ട് കാലത്തിലായി. ഉള്ളാളത്തെ തങ്ങളൊക്കെ മണ്ണായിട്ട് പോയി കാലത്തിലായി. മൊയ്തീശേഖരുടെയാ ബഗ്ദാദിൽ 700-800 കൊല്ലായി മരണപ്പെട്ടിട്ട് ലാ യൻഫഉഹു വലാ യദുർറു. ഒരു ഉപകാരവുമില്ല, ഒരു ഉപദ്രവമില്ല. അങ്ങനത്തെ ആൾക്കാരെ വിളിക്കും. എന്തിനാ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾക്ക് അല്ലാഹുവിനെ നേർക്ക് നേരെ വിളിച്ചൂടെ? അല്ലാഹു നേർക്ക് നേരെ വിളിക്കുന്നവൻ ഉത്തരം നൽകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്നവരോട് ചോദിച്ചാലോ? വയഖൂലൂന, അന്നേരം അവർ പറയും ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഏ മൗലവിമാരെ, സലഫികളെ, മുജാഹിദുകളെ, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്താ പറയാ?
നമ്മൾ എന്തിനാ വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേട്ടോളൂ, നമ്മുടെ പിതാമഹന്മാരായ ഖുറൈശി കൂട്ടം വിളിച്ചതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നമ്മൾ അവരെ ഈ കൂട്ടം ആളുകള്, ഈ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കള്, ഔലിയാക്കള്, സാലിഹീങ്ങള്, അള്ളാന്റെ അടുത്ത് നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ്. ആ ശുപാർശ പറയാനാണ് നമ്മൾ പറയുന്നത്. അള്ളാഹ് പറഞ്ഞു, നിന്നെ മുസ്ലിമായിട്ട് കൂട്ടാൻ പറ്റൂല, നീ മുശ്രിക്കാണ്, നരകത്തിലാണ്, വണ്ടി വിട്ടോളെ. ബദറിലും ഉഹദിലും ഖന്ദക്കിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിട്ട് അവരെ കുഴിച്ചിട്ടു. എന്ത് കാരണത്താല? അള്ളാഹനെ നിഷേധിച്ചിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ അള്ളാഹ്ക്ക് കൊടുത്ത കരാറിനെ പൊട്ടിച്ചതുകൊണ്ട്. കരാർ പൊട്ടിക്കാൻ ചെയ്തത് ഈ രണ്ട് പ്രശ്നങ്ങളാ. അതാണ് ഇന്നത്തെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അതിനുവേണ്ടിയാ ചങ്ങമാര് ശപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ച അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോയി ദർബാറിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ആദർശത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കുമ്പം ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഔലിയാക്കളോടാ ചോദിച്ചത്, അവരെ ആശ്രയിച്ചത്, നൂലും മുറുക്കും മേലസും ശരീരം മൊത്തം കെട്ടിട്ട് നടന്നത്. വല്ലാഹി അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അല്ലാഹു ഒരിക്കലും ഇഷ്ടമില്ലാത്ത പാപമാണത്. ലാ യഗ്ഫിറു അയ്യുശ്റക ബി, ഇവന് മാപ്പുമില്ല, അവന് സ്വർഗ്ഗമില്ല. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഈമാനെ പറ്റി ചിന്തിച്ചോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനോടുള്ള കൂറ് പാലിച്ച് എനിക്ക് എൻ്റെ അല്ലാഹ് മതി എന്നുറപ്പിച്ച് എന്തു വന്നാലും അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന മുവഹിദാണോ മുഅ്മിനാണോ, അതല്ല ആവശ്യം വരുമ്പം ജ്ഞാനത്തിലേക്കും തങ്ങളിടത്തേക്കും ഓടുന്ന ദുരവസ്ഥയിലാണോ ഉള്ളത് എന്ന് മറുപടി അള്ളാഹ് കൊടുക്കണം. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കടുത്ത ഭാഷയിലാണ് പറഞ്ഞത്, ഇതാ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, എന്റെ വഹ്ദാനിയത്തിൽ, എന്റെ ദാത്തിൽ, എന്റെ അസ്മാഉ വസിഫാത്തിൽ ആരെയെങ്കിലും പങ്കു ചേർത്താൽ. നമുക്ക് മക്ക മുശ്രിക്കിന്റെയും ഇപ്പം നിലവിലുള്ള ഇവരുടെയും ഒരു വ്യത്യാസം എന്താണെന്നറിയോ? മക്കത്തെ മുശ്രിക്ക് അള്ളാന്റെ റുബൂബിയ്യത്തിൽ മുഖിറൂൻ, ഉറച്ചു വിശ്വസിച്ചവരാണ്. അവരാകെ അള്ളാഹ് എല്ലാത്തവരെ വിളിക്കൽ എപ്പോഴെന്നറിയോ? അപകടത്തിൽപ്പെട്ട മാത്രം. അല്ലെങ്കിൽ അള്ളാഹ് തന്നെ അപകടത്തിൽപ്പെട്ട മാത്രം അള്ളാഹിനെ വിളിക്കും. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു അവരെ കപ്പലിൽ യാത്ര ചെയ്യാൻ, ഫഇദാ റകിബു ഫിൽ ഫുൽക്, കപ്പലിൽ യാത്ര ചെയ്യാൻ. കൊടുങ്കാറ്റ് വന്നു, തിരമാല കിളകാൻ തുടങ്ങി, കപ്പല് മുങ്ങാനാവുകയാണ്. അവർക്ക് മനസ്സിലായി രക്ഷപ്പെടൂല. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, എന്നാൽ രക്ഷപ്പെടുത്തിയാലോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ ഇദാ ഹും മുശ്രികൂൻ, പുറത്തെത്തിയാ പിന്നെ അവർക്ക് അല്ലാഹനെ വേണ്ട. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ അറിയോ? ബുദ്ധിമുട്ടിലും അല്ലാഹനെ വേണ്ട, നല്ലതിലും അല്ലാഹനെ വേണ്ട. ഇപ്പോഴും ഉലമ പറയുന്നത് അറിയോ? ബദരീങ്ങളൊക്കെ ആവത് കൊണ്ട് രക്ഷപ്പെട്ടു, അപ്പോഴും അല്ലാഹനെ ഓർക്കുന്നില്ല. ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് മോളെ കല്യാണം നടന്നു കിട്ടി, അന്നേരവും അല്ലാഹുവിന് ക്രെഡിറ്റ് ഇല്ല. ദാനത്തിൽ അങ്ങ് നേർച്ചയാക്കിയതിനെ കൊണ്ട് മോളെ പ്രസവക്കെ റാഹത്തായി, അപ്പോഴും അല്ലാഹനെ പറ്റി ചർച്ചയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ മുസ്ലിമാന്ന് പറയുന്നു, മുഅ്മിനാന്ന് പറയുന്നു, അള്ളാഹുവിനെ നിനക്ക് അറിയൂല, അള്ളാഹുമായിട്ടൊരു ബന്ധമില്ല, അള്ളാഹിന്റെ പേര് നിന്റെ നാവിന് വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? إن كان حبك صادقا لأطعته إن المحب لمن يحب مطيع. നീ പറയുന്നു അള്ളാഹിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പറച്ചില് മാത്രം, ജീവിതത്തിലോ കാണുന്നില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറിയം ബീവിന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. മറിയം ബീവിന്റെ കഥ ഒന്നുമില്ല. മറിയം അന്ന് ഒറ്റക്ക് സക്കരിയാന്റെ കൂടെ ആ മെഹ്റാബില് നിൽക്കുന്ന ആ സമയത്ത് പഴം തിന്ന സംഭവം ഉണ്ടല്ലോ. അന്ന് സീസണിലില്ലാത്ത ഓഫ് സീസണാണ്. അപ്പോഴാ മറിയം തിന്നുന്നുണ്ട്. സക്കരിയ വന്ന് നോക്കുമ്പം അന്ന് കിട്ടാത്ത പഴം സക്കരിയ, ഞാൻ കഥ പറയല്ല, ചരിത്രം പറയല്ല, പക്ഷെ അള്ളാഹു ഇതിനെ പഠിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സക്കരിയ ചോദിച്ചു, ഞാൻ മറിയം അന്നാലക്കി ഹാദാ, മറിയം എനിക്ക് എവിടുന്നാ കിട്ടിയത്? മറിയം എന്ന മുവഹിദത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു തന്നു.
എന്നാൽ നിങ്ങളെ ഈ നാട്ടില് ജാറങ്ങളും ദർഗകളും തങ്ങന്മാരും ബാവന്മാരും ബീവിമാരും ജിന്നിമ്മമാരും ഒക്കെ വിലസുന്ന നാട്ടില് ഒരു പെണ്ണ് ഗർഭിണിയായി. കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരുള്ള, കാണാത്ത ഡോക്ടർമാരില്ല, ഉപയോഗിക്കാത്ത മരുന്നും കുടികയില്ല, ചെയ്യാത്ത ടെസ്റ്റിലെല്ലാം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞ ഗർഭിണി. അപ്പൊ അയൽപക്കത്തുള്ള ചങ്ങായിച്ച് ചോദിച്ചു, എല്ലണേ 10 കൊല്ലായിട്ട് മാഷാ അല്ലാഹ് നീ ആയല്ലേ, എങ്ങനെ ഇതായത്? അപ്പോൾ പറയും, എൻ്റെ മോളെ എത്ര കാത്തു നിന്ന് എത്ര ദുആ ചെയ്ത് എന്നിട്ടൊന്നും കിട്ടിയിട്ട അവസാനം എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു, ഇന്ന ജാറത്തിൽ ഒരു നേർച്ചയുണ്ട്, അവിടെ എന്തെങ്കിലും കൊടുത്താൽ മതി, അവിടെ ഒരു ബേബി സെറ്റ് നേർച്ചയാക്കി അടുത്ത മാസം എൻ്റെ കൂടെ നിന്ന്. ഇന്നത്തെ മുസ്ലിം പെണ്ണ് പറയുന്ന ഡയലോഗാണ് ഇത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ കൊണ്ട് ഉസ്താദുമാര് പറയിപ്പിച്ച മറുപടിയാണ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനെ അറിയില്ല, അല്ലാഹ് കൊടുത്ത നിഅമത്തിന് വ്യക്തമായി നിഷേധിയായി ഏതോ ജാറത്ത് കിടക്കുന്ന മയ്യത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്ന കുരുത്തം കെട്ടവളെ ഉണ്ടാക്കിയത് ഈ നാട്ടിലെ ഈ ജമാഅത്തിലെ മിമ്പറുകളും മിഹ്റാബുകളുമാണ്. അത് മറക്കണ്ട ആരും. കന്തൂറയും തലപ്പാവും നിസ്കാരത്തഴമ്പും താടിയുള്ള ഉസ്താദുമാരാണ് ഇങ്ങനത്തെ പെണ്ണുങ്ങളെ ഈ നാട്ടിലുണ്ടാക്കിയത്. എങ്ങനെയാ കുഞ്ഞുണ്ടായത്? ഏതോ കാട്ടിലെ പള്ളിക്ക് പോയിട്ട് ബേബി സെറ്റ് കൊടുത്തു. അപ്പൊ എടുത്ത് ഇന്റെ അള്ളാഹ്ക്ക് എന്താ ജോലി, അതെന്താ ഓളി ഒക്കെ അറിയില്ല. പക്ഷെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, ഞാൻ മറിയമിന് ഇത് കൊടുത്തല്ലോ. ചോദിച്ചു സക്കരിയ, മറിയം എവിടുന്ന് കിട്ടിയതാ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാർ കൊടുത്ത ആദർശവാദിയെ പെണ്ണെന്താ പറയേണ്ടതെന്നറിയോ? എടി നിനക്ക് എന്താ സംശയം, എന്റെ അള്ളാഹ് തന്നത്. 10 കൊല്ലായിട്ട് എന്നെ പരീക്ഷിച്ചു. ഞാൻ ചോദിച്ചു എന്റെ റബ്ബല്ലേ, എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, മരുന്നൊന്നും എന്റെ റബ്ബിന് വേണ്ടല്ലോ, എനിക്ക് ആ വിശ്വാസമുണ്ട്. ഞാൻ ചോദിച്ചു, എന്റെ റബ്ബ് തന്നു. അത് എന്ത് ഇസ്സത്തുള്ള മറുപടിയാ. قد سمع الله قول التي تجادلك في زوجها. എന്തിനാ പ്രിയപ്പെട്ടവരെ ഖുർആൻ, എന്തിനാ ഖുർആൻ? അല്ലാഹു ഒരു പെണ്ണിന്റെ കഥ പറയാ. ഹൗല ബിൻത് തഅലബ റളിയല്ലാഹു അൻഹാ. കഥ എന്താണെന്നറിയോ? പ്രയാസായി, ബുദ്ധിമുട്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പ്രശ്നം പറഞ്ഞു, ഒരു പരിഹാരം കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു, ശരി, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞോളാം. അതാണ് മുഅ്മിൻ. അതാണ് അള്ളാന്റെ കോടതിയിൽ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്ന ആദർശവാദി. ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞോളാം പ്രശ്നം. ഓനല്ലേ നീ പരിഹരിക്കേണ്ട ആള്. ആയിഷ ബീവിന്റെ വീട്ടിലെ സംഭവം. ഭർത്താവ് തലാഖ് ചൊല്ലി ഭർത്താവ്, പക്ഷെ അവർക്ക് ഒരുമിച്ച് താമസിക്കണം. റസൂലുള്ളാഹി വന്നിട്ട് നിയമം ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു ഒരുമിച്ച് താമസിക്കാൻ പറ്റൂല, നിയമം എങ്ങനെയാണ്? അപ്പൊ അവര് വാദിച്ചു, റസൂലുള്ളാഹിനോട് തർക്കിച്ചു. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എനിക്ക് ഉണ്ടാവണം, ഭർത്താവിന് വയസ്സായി, ഖിദ്മത്തിന് ആവശ്യമുണ്ട്, മക്കളുണ്ട് വീട്ടില്, ഉപ്പയില്ലെങ്കിൽ പ്രയാസാണ്. അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു, ഖൗല നീ തർക്കിക്കല്ല, ഇത് നിയമമാണ്, അല്ലാഹുവിന്റെ നിയമം, എനിക്കൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, വേറെ ആയിക്കൊള്ളണം. ഖൗല പറഞ്ഞു, ശരി, അള്ളാന്റെ അല്ലേ, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രശ്നം പറഞ്ഞോളാം. അതാണ് മുഅ്മിൻ. അതാണ് അങ്ങനെ ആവേണ്ടത്. ഉപ്പില്ലെങ്കിലും നിസ്കാരപ്പായക്കാരൻ, അല്ലാഹുവേ ഉപ്പ് തീർന്നിട്ടുണ്ട്, എന്തെങ്കിലും വഴി കാണിക്കണം. അതാ മുഅ്മിൻ. ആയിഷ ബീവിന്റെ വീട്ടിലെ സംഭവം. ഹൗല കൈപോക്കി, വതഷ്തകി ഇലല്ലാഹ്, അല്ലാഹുവിനോട് പരാതി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ പറയാൻ, ഞാൻ നോക്കുമ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തില് വഹ്യ് വരുന്ന അടയാളങ്ങൾ കാണുന്നു. ഞാൻ പറഞ്ഞു, ഖൗല വഹ്യ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അല്പ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൊരു പുഞ്ചിരി. ഞാൻ പറഞ്ഞു, ഖൗല നിനക്കനുകൂലമായിട്ട് എന്തോ വിഷയം വന്നിട്ടുണ്ട്. അതെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചു. ഖൗലയെ വിളിച്ചിട്ട് ഓതിക്കൊടുത്തു, ഖദ് സമിഅ അല്ലാഹ്, നബിയേ അല്ലാഹു പരിഗണിച്ചിരിക്കുന്നു, അല്ലാഹു പരിഗണിച്ചിരിക്കുന്നു. ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ അപേക്ഷ. ഒരു പെണ്ണിന്റെ അപേക്ഷ അർശിന്റെ മുകളിൽ ഉടമസ്ഥൻ പരിഗണിച്ചിരിക്കുന്നു. തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഈ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ പരാതി എന്റെ ദർബാറിലെത്തി, ഞാൻ പരിഗണിച്ചിരിക്കുന്നു. വതഷ്തകി ഇലല്ലാഹ്, നിങ്ങളോട് തർക്കിച്ചു, പ്രശ്നം എന്റെ മുമ്പിൽ വെച്ചു, പരിഹാരം കൊടുക്കാൻ എന്നോട് ചോദിച്ചു. വല്ലാഹു യസ്മഉ തഹാവറകുമാ, അല്ലാഹു നിങ്ങളെ വർത്താനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്റെ മുമ്പിൽ അപേക്ഷ വെച്ച സ്ഥിതിക്ക് നിയമം ഞാൻ പാസ്സാക്കാണ്, ഇന്ന കാര്യം ചെയ്യാൻ പറ, എന്നിട്ട് പോവാൻ പറ. ഹൗലയോട്. ഇതാണ് ആദർശവാദി.
ഇങ്ങനെ വേണം അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ. എന്തു വന്നാലും മനസ്സിൽ അള്ളാഹു ഉണ്ട്പ്പാ, എന്ത് രസമുണ്ട് കേൾക്കാൻ. ഇതെന്ത് വന്നാലും ഉസ്താദുമാരടക്കം വലിയ വലിയ ഷെയ്ഖുലമാരടക്കം ഖമറും സുൽത്താനും കൗക്കബും അതും ഇതും അതൊക്കെയായി ആ ലെവലിലെത്തി. എന്നിട്ട് ഇപ്പോഴും വിശ്വാസം പ്രശ്നമൊന്നുമില്ല, സിഎമ്മിന്റെ ഒരു ഫാത്തിഹ നേർച്ചയാക്കിയാൽ മതി. എന്ത് വർത്താനം ഇത്? ഇതെന്തൊരു ഈമാൻ, ഇതെന്തൊരു ആദർശമാണ്, ഇത് ഏത് ദീനാണിത്? അള്ളാഹു മറിയമിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന മഹാത്ഭുതം സക്കരിയ കണ്ടു. സക്കരിയ നബി ആണെങ്കിലോ മക്കളെ കിട്ടാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, വയസ്സ് കുറയായി. ഖാല റബ്ബി ഇന്നി വഅദമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ മുടികളൊക്കെ നിരബാധിച്ചു, ഞാൻ വയസ്സനായി, വൃദ്ധനായി. എന്റെ എല്ലുകളാണെങ്കിൽ ഇതാ ബലക്കുറവ് സംഭവിച്ചു. ഇനി എനിക്ക് മക്കളുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോടുള്ള ദുആയിൽ ഞാനൊട്ട് നിരാശനുമല്ല. എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് നിനക്ക് സാധിക്കുമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആവണം ജീവിതത്തിൽ. അള്ളാഹ്ക്കൊന്നിനും വസ്തുക്കൾ ആവശ്യം അള്ളാഹ്ക്കില്ല. ഒരു കാര്യം നടത്താൻ ഇന്നത് വേണം മറ്റത് വേണം എന്ന് അള്ളാഹുവിനില്ല. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രകൃതിപരമായി മക്കളുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പ്രായം കഴിഞ്ഞു പോയി. ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്ത പെണ്ണും കൂടിയാണ്. പിന്നെയും ചോദിക്കുന്ന അള്ളാഹിനോട് നമ്മളെന്താ പറയാ? ഒരുത്തൻ അങ്ങനത്തെ അവസ്ഥയിലാണ് ചോദിക്കുന്നത്, നമ്മളെന്താ പറയാ? എന്ത് ഭ്രാന്തര, ഉണ്ടാവാനുള്ള എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടലേ? അള്ളാഹുവിന് ആവശ്യമില്ല. ഇത് കണ്ട കൂട്ടാൻ അള്ളാഹ് പറഞ്ഞില്ല, ഹുനാലിക, അവിടെ വെച്ച് ദഅ സക്കരിയ റബ്ബഹു, സക്കരിയ തന്റെ റബ്ബിനോട് ദുആ ചെയ്തു. എന്നാ പിന്നെ മറിയമിനോട് പറയും, മറിയമേ, നീ അള്ളാഹുമായിട്ട് ഇത്ര വലിയ കണക്ഷനിലെത്തിയല്ലേ, നീ ഒന്ന് പറ മറിയമേ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ. ഇങ്ങനെയല്ലേ മൗലാമാര് പറയുന്നത്? അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്നല്ല പറയുന്നത്. മറിയമേ ഒന്ന് പറ. അവിടെ പിന്നെ മറിയമിന്റെ വർത്താനമില്ല. അതല്ല മറിയമിന് കൊടുത്ത കറാമത്ത്. ആ കുദ്റത്തുള്ള റബ്ബിനോട് ഞാൻ ചോദിക്കുക. ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? റബ്ബി, എന്റെ റബ്ബേ, എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനെ, ഹബിലി, യാചനയാണ്, അതാ ദുആ. അങ്ങനെ ചോദിക്കണം അല്ലാഹുവോട്. ഹബിലി, സമ്മാനമായിട്ട് താ അല്ലാഹ്, മില്ലദുൻക ദുർരിയതൻ തയ്യിബ, നല്ലൊരു കുഞ്ഞിനെ. ഇന്നക സമീഉ ദുആ, നീ ചോദ്യം കേൾക്കുന്നവനാണ്, തരുന്നവനാണ്. താ അല്ലാഹ്. കൊടുക്കാൻ നിൽക്കാൻ പറ്റിയില്ല റബ്ബിനെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർണ്ണ ഉറപ്പോടെ കൈനീട്ടി യാചിക്കുന്ന അടിമക്ക് ഉത്തരം കൊടുക്കാതിരിക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു. കാരണം അവൻ അസീസാണ്. നാട്ടിലെ വലിയ പൈസക്കാരൻ്റെ അടുത്ത് പോയിട്ട് പള്ളി കമ്മിറ്റി പറയാൻ, ഒരു 5000 രൂപ തരുമോ, പള്ളിയിൽ പെയിന്റ് അടിക്കാനാണ്. അയാൾ പറയോ, 5000 വേണ്ട, 500 പറയില്ല. അത് അയാളുടെ പവറിന് കുറവാ, അയാളുടെ ഇസ്സത്തിന് കുറവാ. അയാൾ എന്താ പറയാ, 5 മതിയാ, 10 എഴുതിക്കോപ്പ. എങ്കിൽ അസീസായ റബ്ബിന്റെ കഥ എന്താ? കരീമായ അള്ളാന്റെ കഥ എന്താ? അടിമ മൂക്കിനമ്പി ഉറപ്പോടെ ചോദിച്ചാൽ അള്ളാഹ്ക്ക് തരാണ്ടിക്കാൻ പറ്റൂല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഫനാദതുഹുൽ മലായിക, അല്ലാഹ് കഥ പറഞ്ഞില്ല ഖുർആനിൽ. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മിഹ്റാബിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കവേ മലക്കുകൾ വന്നു. ദുആ തീർന്നില്ല, ചോദിച്ചു കഴിഞ്ഞിട്ടാ. അതിനു മുമ്പ് ദർബാറിലെത്തി. മലക്ക് വന്നിട്ട് വിളിച്ചു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. സക്കരിയ അലൈഹിസ്സലാം, ടെൻഷനൊന്നും വേണ്ട, വീടിയാടെത്തിയിട്ടുണ്ട്, ഭാര്യ പ്രസവിക്കും, ടെൻഷൻ ആക്കണ്ട, ആൺകുഞ്ഞായിരിക്കും, പേര് അല്ലാഹു യഹ്യ എന്ന് വെച്ചിട്ടുണ്ട്, സന്തോഷത്തോടെ പോയിക്കോടെ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ അള്ളാഹുമായിട്ടൊരു കണക്ഷൻ, അതിന്റെ പേരാണ്. അങ്ങനെ ഞാൻ കണക്ഷനോടെ ജീവിച്ചോളാം, അങ്ങനെ ഞാൻ നിന്നോട് ചോദിച്ചോളാം, നിന്നെ വിട്ടു പോകുന്ന പരിപാടിയില്ല. എനിക്കാരും വേണ്ട, എന്തും വേണ്ട, ഒരാളും വേണ്ട, ഒരു വസ്തുവും വേണ്ട, ഒരു ശക്തിയും വേണ്ട, ഒരുത്തന്റെ കഴിവ് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്നതിന്റെ പേരാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായിരിക്കും നാളെ മഹ്ശറിലെ ആദ്യത്തെ ചോദ്യം. അതിനോടൊപ്പം ചേർത്ത് ചോദിക്കുന്നതിനെ പറ്റിയാണ് നേരത്തെ ശൈഖ് ഉമരി സംസാരിച്ചത്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അതിനോടൊപ്പം ചേർത്ത് ചോദിക്കുന്ന ചോദ്യം, ശരി പറ, നീ ഓക്കെ, നിന്റെ തൗഹീദ് ഓക്കെ, നീ എന്നെ വിട്ടു പോയില്ല, ഞാൻ എല്ലാത്തൊരുത്തരും വിളിച്ചില്ല, നീ എനിക്ക് തന്ന കരാറ് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. സെക്കൻഡ് കരാർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു നിന്റെ ജീവിതത്തിൽ? നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, കല്യാണത്തിന്റെ കാര്യം അർത്ഥവത്തായ വാക്കാണ്. മുഹമ്മദ് മുസ്തഫാനോടുള്ള സ്നേഹം അറിയണമെങ്കിൽ നമ്മളെ വീട്ടിലെ മംഗലം നോക്കിയാൽ മതി, നമ്മളെ പെണ്ണുങ്ങളെ വേഷവിധാനം നോക്കിയാൽ മതി, നമ്മളാ പവർ കാണിക്കൽ നോക്കിയാൽ മതി. അപ്പൊ തിരിയും മഹബത്തുണ്ടോ ഇല്ലേ എന്നുള്ളത്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരണം. നിങ്ങൾക്കറിയോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിം മരിക്കാൻ വേണ്ടി കിടക്കാണ്. ആ സമയത്ത് കുടുംബങ്ങൾ പുറത്തിരുന്നിട്ട് ചുറ്റിരുന്നിട്ട് കരയുന്നുണ്ട്, ബന്ധുക്കൾ കരയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ അവസ്ഥ എന്താവൂന്ന് പേടിച്ചിട്ടാണോ കരയുന്നത്? കരയണ്ട, ഞാൻ സ്വർഗത്തിലായിരിക്കും. ബന്ധുക്കൾ ചോദിച്ചു, എന്ത് ധൈര്യത്തിലാ നിങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞ്? അന്നേരം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ കൂടെയായിരിക്കും. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമാണ്, അബൂബക്കറിനോട് സ്നേഹമാണ്, ഉമറിനോട് സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? പ്രസംഗിക്കുന്ന എനിക്ക്, ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് റസൂലിനോട് മുഹബ്ബത്തുണ്ട്, അവരുടെ റസൂലിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് നസീബാകട്ടെ. ഇമാം സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി നോക്കുമ്പം ക്ഷീണിച്ച് അവശനായി മെലിഞ്ഞൊട്ടി എന്തോ കോലം. റസൂലുള്ളാഹി ചോദിച്ചു, മാ ബാലുക യാ സൗബാൻ, സൗബാൻ ഇതെന്താ പറ്റിയത്? എന്താ വിഷമം നിനക്ക്? എന്താ ഇങ്ങനെ? അപ്പൊ പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ സൗബാൻ? ഞാൻ ചിന്തിക്കാണ്, നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് വിഷമം വരും, പ്രയാസം വരും, നമ്മൾ പള്ളിയിലേക്ക് ഓടി വരും, നിങ്ങളെ കാണും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ഉപദേശം തരും, നമ്മൾ ആ പ്രയാസങ്ങൾ മറന്നുപോകും. നല്ല രസമുണ്ടാവും, നല്ല മുഹബ്ബത്തിൽ, നല്ല റാഹത്തിൽ, നല്ല സമാധാനത്തിൽ. നാളെ മഹ്ശറിൽ സ്വർഗത്തിലെത്തിയാൽ അങ്ങ് മഖാമും മഹ്മൂദിലായിരിക്കും. എനിക്ക് അവിടെ വെച്ച് കാണണമെന്ന് തോന്നിയാൽ കാണാൻ പറ്റുമോ നബിയേ? ആ വിഷമം എന്നെ വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു. എത്ര കാലമായി പ്രിയപ്പെട്ടവരെ ഹുബ്ബുർ റസൂൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഹുബ്ബുർ റസൂൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിക്കലുണ്ടാവും? നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഉണ്ടാവും, ഒന്ന് രണ്ടൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും, പക്ക മുഹിബ്ബുകൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. സൗബാന്റെ വിഷമം റസൂലുള്ളാഹിന്റെ മനസ്സിന് കൊണ്ടു, ഭയങ്കര സങ്കടായി. സൗബാൻ റളിയല്ലാഹു അൻഹു സദസ്സെന്ന് പോകുന്നതിന് മുമ്പ് ജിബ്രീൽ വന്നു. എന്താ ഓതിക്കൊടുത്ത അറിയോ? വമയുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സമാധാനായി, സൗബാന് സമാധാനായി. അതെ, അള്ളാഹുവിന് കൊടുത്ത കരാർ നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും, മറുപടി പറയാൻ സാധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മളിവിടെ ഒരു ദൗത്യ നിർവഹണത്തിലാണ്. ട്രെയിൻ ദൂരം സഞ്ചരിച്ച് നമ്മളിവിടെ വന്നത് വെറുതെ നിങ്ങളെ കണ്ടിട്ട് പോകാനല്ല, കയ്യടി കിട്ടാനല്ല, ചിരി കിട്ടാനല്ല, മറിച്ചൊരു വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ. അതെന്താണെന്നറിയോ? ഇതാ മരണം ഇന്നോ നാളെയോ സംഭവിച്ചേക്കാം. ആരും സുരക്ഷിതരല്ല. മരിച്ചു കഴിഞ്ഞാൽ പോകേണ്ട അള്ളാഹിന്റെ കോടതിയിലേക്കാണ്. അവിടെ ഒറ്റക്കായിരിക്കും. അവിടെ ആദ്യത്തെ ചോദ്യം ആദർശത്തെ സംബന്ധിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹു കൊടുത്ത കരാറിനെ പറ്റിയാണ്. അത് പൂർത്തിയായിട്ടുണ്ടോ, അത് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചോടി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശിർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൗബ ചെയ്തു മടങ്ങിക്കോളി. 10 ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. 10 ആളുകൾ കൈപിടിച്ചു ബൈഅത്ത് ചെയ്തു. 9 പേരുടെ ഒരാൾ കൈ നീട്ടിയപ്പോ കൈ വലിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാർ ആകെ വിഷമായി. അവർ ചോദിച്ചു, ബായഅത 9 വതറക്ത ഹാദാ യാ റസൂലല്ലാഹ്, 9 ആൾക്കാരെയും കൈപിടിച്ചല്ലോ, ഇയാളെ മാത്രം എന്താ ഒഴിവാക്കിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ കയ്യിൽ ഒരു ചരട് ഞാൻ കണ്ടു. എന്ത് ചരട്? ഏത് ചരട്? ഒന്നും ചോദിച്ചില്ല. ഒരു ചരട് ഞാൻ കണ്ടു, ഓന് ഞാൻ കൈ കൊടുക്കൂല. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നിലപാടെങ്കിൽ ഈ നാട്ടിലുള്ള എത്ര പേർക്ക് അള്ളാഹുവിന്റെ റസൂല് കൈ കൊടുക്കും? എത്ര മൗലമാർക്ക് അള്ളാഹുവിന്റെ റസൂല് കൈ കൊടുക്കും?
എത്ര ഖതീബുമാർക്കും ഷെയ്ഖുമാർക്കും അല്ലാഹുവിന്റെ റസൂൽ കൈ കൊടുക്കും? ഇല്ല. ഒന്നുകിൽ ഓൻ കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കെട്ടിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ ഓന്റെ അരക്കുണ്ടാവും, അല്ലെങ്കിൽ ഓനറിയാം ഇതെല്ലാം ബഡായിയാണ്, ഇതെല്ലാം തട്ടിപ്പാണ്, മറ്റോന് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഈ സഹാബി എന്താ ചെയ്തെന്നറിയോ? ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ പേടിച്ചു. കൈവിരൽ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് ദൂരെ വലിച്ചെറിഞ്ഞു. ഓടി വന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബ് കൈനീട്ടി പിടിച്ച് ബൈഅത്ത് ചെയ്തു. ഈ ചരട് പൊട്ടിച്ചപ്പോ എന്താ കാര്യം എന്നറിയോ? അള്ളാഹ് കൊടുത്ത കരാറിൽപ്പെട്ടതാണത്. അങ്ങനത്തെ ഒരു വസ്തുവില്ല. ഉപകാരം ചെയ്യുന്നവൻ അള്ളാഹു മാത്രം, ഉപദ്രവങ്ങളെ തടയുന്നവൻ അള്ളാഹു മാത്രം, രോഗിയാക്കുന്നവൻ അള്ളാഹുവാൻ, ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാൻ, തരുന്നവൻ അള്ളാഹുവാൻ, എടുക്കുന്നവൻ അള്ളാഹുവാൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതും കൊണ്ട് വേണം അള്ളാഹിന്റെ കോടതിയിൽ പോവാൻ. അത് കൃത്യമാണെങ്കിൽ ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വേഷത്തിൽ, കോലത്തിൽ, വർത്തമാനത്തിൽ, കച്ചവടത്തിൽ, സ്വഭാവത്തിൽ, ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ മുഴുവൻ അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ ഒരു കണിക പോലും അവന്റെ ലൈഫിൽ ഉണ്ടാവില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അതായത് ഒറ്റ വാക്ക് പറഞ്ഞാൽ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കരാറ് പൂർത്തീകരിച്ച ഒരാൾ എന്ത് ചെയ്താലും, എന്ത് കേട്ടാലും, എന്ത് പഠിച്ചാലും ഓന്റെ ആദ്യത്തെ ചോദ്യം ധരിക്കുന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? മൗലവിമാര് വരെ കളിയാക്കുന്നു അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ. വലിയ വലിയ ശേഖന്മാര് വരെ മൈക്ക് കെട്ടിയിട്ട് കളിയാക്കുന്നു. എന്ത് പറഞ്ഞാലും ഒരു ചോദ്യമുണ്ട്, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അത് മുഅ്മിനിന്റെ ഈമാനിന്റെ അലാമത്താണ് ആ ചോദ്യം. എന്തുകൊണ്ടറിയോ? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ ആതാകുമുർ റസൂലു ഫഖുദു. നിങ്ങളെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് തന്നത് അതിനെ പിടിച്ചോളി. വമാ നഹാകും അൻഹു ഫൻതഹു. എന്ത് നിരോധിച്ചോ അതിനർത്ഥം ചിലപ്പം ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ഉസ്താദുമാര് പറയാറുണ്ട്, ഈ സലഫികൾ സ്വലാത്ത് ചൊല്ലൂല, റസൂലുള്ളാഹിനെ സ്നേഹിക്കൂല, ദിക്ർ ചൊല്ലൂല. കളവാണ്. കളവെന്ന് പറഞ്ഞാൽ ചില തങ്ങന്മാരെ ജോലി തന്നെ എന്താ അറിയോ? സെൽഫികളിൽ നിന്ന് എങ്ങനെയെങ്കിലും പേടിപ്പിച്ചിട്ട് മാറ്റി നിർത്തലാണ്. കാരണം ഇത് കേട്ടു പോകുന്നതിനെ കൊണ്ട്. അതുകൊണ്ടാ മറ്റേ അത്തങ്ങൾ, ഏത് തങ്ങളെ പേരറിയില്ല, അത്തങ്കം പറഞ്ഞത് സെൽഫികൾ കയറിയാൽ ബസ് കയറാൻ പാടില്ല. അത് ഈ പേടിയിലാണ്. മുമ്പ് വിചാരം എന്താ അറിയോ? ബസ് കയറിയാൽ തന്നെ സെൽഫിന്റെ മുമ്പിൽ നിന്നു, സെൽഫിന്റെ ബാക്കിൽ നിന്നൂടാ, അവന്റെ മുമ്പിൽ നിൽക്കാൻ പാടുള്ളൂ ബസ് കയറിയാൽ. ഫത്വ. ബാക്കിൽ നിന്നുള്ള കുഴപ്പം എന്താ അറിയോ? ബസ് മുന്നോട്ട് പോകുമ്പോൾ കാറ്റ് ബാക്കോട്ടാ വരിക. അപ്പൊ സെൽഫിക്ക് കൊണ്ട കാറ്റെങ്ങാനും നിന്റെ മേത്ത് കൊണ്ടാൽ നീ ആരായി പോവും. എന്തിനാ ഇത്ര പേടി? എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്ന? എന്തിനാ ഇത്ര അധികം ആൾക്കാരെ മനസ്സിൽ സെൽഫികളെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത്? സംതിങ് എന്തോ നഷ്ടപ്പെടുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ്. പേടിക്കൊന്നും വേണ്ട, നമ്മൾ കൊള്ളയൊന്നും അടിക്കൂല, നമുക്ക് പൈസയൊന്നും വേണ്ട, പത്തായൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെയാണ്. ഈ നാട്ടിലുള്ള പാവപ്പെട്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഈ മക്കളെയും യുവാക്കളെയുമാണ്. എന്തിനാണെന്നറിയോ? സംഘടനക്ക് ആളെ കൂട്ടാനും മെമ്പർഷിപ്പ് വെച്ചടിക്കാനുമല്ല, അള്ളാഹിന്റെ ഹബീബിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന സ്വർഗത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തെല്ലാം വേണ്ടി കൽപ്പിച്ചു. അള്ളാഹു ഖുർആനിൽ ചൊല്ലിക്കോളിൻ, ഇഷ്ടം പോലെ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും. ഏത് സ്വലാത്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത്, ഇഷ്ടം പോലെ. അതിനെന്തു വേണ്ട? ഹൽക്ക വേണ്ട, പ്രത്യേക ദിവസം വേണ്ട, പ്രത്യേക സമയം വേണ്ട, ആടുകൾ വേണ്ട, പിന്നെ ഗൂഗിൾ പേ നമ്പർ വേണ്ട, പിന്നെ പണ്ടാരം വേണ്ട, പിന്നെ വളണ്ടിയേഴ്സ് വേണ്ട. ഇതൊന്നും അതിനാവശ്യമില്ല. വീട്ടിന്റെ പുറക്കിരുന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഒന്ന് പറഞ്ഞാൽ തിരിച്ച് അല്ലാഹു 12 ഇങ്ങോട്ട് തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചൊല്ലണം, ദിക്ർ ചൊല്ലണം, സുന്നത്ത് നിസ്കരിക്കണം, സുന്നത്ത് നോമ്പെടുക്കണം. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് പോകുന്ന പരിപാടി. കാരണം എന്താ അറിയോ? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഥവാ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ അവൻ എന്ത് പറഞ്ഞവനെ പോലെയാണെന്നറിയോ? അള്ളാഹിന്റെ ഹബീബ് അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവനെ പോലെയാണ്. ഇത്ര വലിയ നന്മ ഉണ്ടായിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കാണ്ട് പോയല്ലോ എന്ന് പറയുന്നവനെ പോലെയാണ്. മഅദല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഖിറത്തിൽ രക്ഷപ്പെടണം.
അള്ളാഹുവിൻ്റെ കോടതിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് തരംതിരിക്കുമ്പം അസ്ഹാബുൽ മൈമനയുടെ കൂട്ടത്തിൽ ഉണ്ടാവണം വലതുപക്ഷക്കാർ, അസ്ഹാബുൽ ജന്ന സ്വർഗത്തിന്റെ ആളുകൾ, ഇപ്പുറത്ത് അസ്ഹാബുൽ മശ്അമ ഇടതുപക്ഷക്കാരും നരകത്തിന്റെ ആളുകളും അതിൽ പെട്ടുപോയിക്കൂടാ. അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിച്ചവരെ മാറ്റുമ്പം നമ്മളെ പേരും ആ ലിസ്റ്റിൽ ഉണ്ടാവണം. അതിന് ഇവിടെ നിന്ന് വേണം ചിന്തിക്കാൻ. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. രണ്ടവസ്ഥയിലാണ് മനുഷ്യന്മാർ ആഖിറത്തിലേക്ക് പോവുക. അതിലേതിലാണ് നമ്മൾ പെടുക എന്നുള്ളത് പറയുന്ന ഞാൻ ചിന്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. രണ്ടവസ്ഥയുണ്ടാവും. ബജ്പേ വിമാനത്താവളത്തിൽ പോയിട്ട് നിൽക്കുക, മംഗലാപുരം എയർപോർട്ടിൽ. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ രണ്ട് തരത്തിലാണ് വരിക. ഒരാള് പോയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, നല്ല ജോലി, കഠിനാധ്വാനം, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നല്ല പൈസ ഉണ്ടാക്കി പുരക്കേക്ക് വരുമ്പം ഉമ്മാക്ക്, ഉപ്പാക്ക്, പെങ്ങക്ക്, ആങ്ങളക്ക്, മക്കൾക്ക്, ഭാര്യക്ക് എല്ലാവർക്കും പെട്ടിയും ബാഗും 2 ട്രോളിയും തിന്ന്, പുറത്ത് വേറൊരു ബാഗ്, ബാക്കിൽ വേറൊരു ബാഗ്. ഇങ്ങനെ വരുമ്പം ഓനെ കാണുന്ന ആൾക്കാർക്കൊരു സന്തോഷം, ഓനെ കാണുന്ന ഉപ്പാക്കൊരു റാഹത്ത്. എൻ്റെ മോൻ വെറുതെ പോയിട്ട് കളിച്ച് നടന്നിട്ടില്ല, നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പെട്ടി കാണുന്നുണ്ട്. നല്ല വലിയ വലിയ ബോക്സുമായി വരുന്നവനെ ആൾക്കാർ സ്വീകരിച്ചിട്ട് കൈ കൊടുത്തിട്ട് പറയും, മാഷാ അല്ലാഹ് 2 കൊല്ലാണെങ്കിലും നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. സന്തോഷം, എല്ലാവർക്കും റാഹത്ത്. വേറൊരുത്തരുണ്ട് ഇറങ്ങി വരുന്നു, മുട്ടയടിച്ച് ഒരു ബാഗ് തോളത്ത് വെച്ച് തലയും താത്തിയിട്ട് ഉന്താൻ വണ്ടിയുമില്ല, ബാഗിൽ ബാക്കുമില്ല, പെട്ടിയുമില്ല. പോലീസുകാരും നോക്കും, എന്തുവാ ഇവര് ഇങ്ങനെ വരുന്നു, ഒന്നുമില്ലേ. പാസ്പോർട്ട് നോക്കുമ്പോൾ 5 കൊല്ലമായിട്ടുണ്ട് പോയിട്ട്, വരുമ്പം കൈമേൽ ഒന്നുമില്ലേ. ഉപ്പാവും മോളും മക്കളും ഒക്കെ പുറത്തിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പം ഇവനിങ്ങനെ വരിക, ഒന്നുമില്ല. ആർക്കും സന്തോഷമില്ല, കൂട്ടാൻ വന്ന ആൾക്കാർക്കും സന്തോഷമില്ല. വന്ന ഇവനും ഒരു ചോക്ലേറ്റ് പോലും മോക്ക് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ. ഈ ദുനിയാവിന്റെ കഥ ഞാൻ പറഞ്ഞത്. ആഖിറത്തിലേക്കും ഈ രണ്ടവസ്ഥയിലായിരിക്കും നമ്മൾ പോവുക. ഒരുത്തന്റെ കൈമേല് നല്ല പെട്ടികളുണ്ടാവും. ഫ്ലൈറ്റിൽ 40 കിലോ അല്ലേ, ഇത് 10-200 1 കോടി കിലോ ഒക്കെ വലുപ്പമുള്ള നല്ല ഇരുമ്പിന്റെ പെട്ടികളുമായിട്ടായിരിക്കും ചില ആളുകൾ ഖബറിൽ നിന്നും എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരിക. നിറച്ചും പെട്ടികൾ. ഇവരെ കാണുമ്പോൾ തന്നെ മലക്കുകൾ പറയും, തൂബാ ലക്കും വഹുസ്നു മആബ്, മംഗളാശംസകൾ, മംഗളാശംസകൾ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. വഹുസ്നു മആബ്, വിഷമിക്കേണ്ടി വരൂലാട്ടോ. നല്ലോണം സ്ഥാനം ഉണ്ടെങ്കിൽ ത്രാസിൽ വെക്കുമ്പോൾ തൂക്കം കൂടും. നീ രക്ഷപ്പെട്ടു പോയിക്കോളിൻ, നിങ്ങളെ സ്ഥലം അവിടെയാണ്. വഹുസ്നു മആബ്, അഭയസ്ഥാനം, മടക്കം, നല്ല മടക്കായിരിക്കും. എല്ലാവർക്കും സന്തോഷം. കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്, സമയം പാഴാക്കിയില്ല. വേറെ ചില ആൾക്കാർ വരും, പെട്ടിയില്ല, കൈമലൊന്നുമില്ല, അടിച്ച് പൊടിച്ച് ഇവിടെ തന്നെ ജീവിച്ചങ്ങ് തീർത്തു. ഒന്നും ചിന്തിച്ചില്ല. എന്ത് ഈമാൻ, എന്ത് ആദർശം, എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ അങ്ങ് പോവാം. അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോ കൈമലൊന്നുമില്ല. മലക്കുകൾ വിളിക്കും. മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, അലം യഅതികും നദീർ. ആരും നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ലേ? ആരും നിങ്ങൾക്ക് താക്കീത് തന്നിട്ടില്ലേ? കുറച്ച് ഉണ്ടാക്കണം, ഇങ്ങോട്ടാ വരേണ്ടത്, ഇവിടെ തൂക്കാൻ എന്തെങ്കിലും സാധനം വേണം, ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? അപ്പൊ ഇവര് പറയും, ഖാലു ബല, ബല, പറയുന്ന കേട്ടിട്ടുണ്ട്. അന്ന് മംഗലാപുരത്ത്, കർണാടകത്തിലെ ആ ഗ്രാമത്തിന്റെ ഉള്ളില് കുറെ ആൾക്കാർ വന്ന് ഉറുദുവിലും മലയാളത്തിലും കന്നഡയിലും ഡാരിയിലും ഒക്കെ നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ബല, ഫകദ്ദബന, മൈൻഡാക്കിയില്ല. ഫകദ്ദബന, നമ്മൾ മൈൻഡാക്കിയില്ല. വഖുൽന, പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട് പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, അങ്ങനെയൊന്നുമില്ലപ്പ, ഇവരെന്തല്ലോ പറയുന്നു, അങ്ങനെയൊന്നുമില്ല. കളവാക്കി കളഞ്ഞു. എന്നിട്ട് അവർ അവിടെ നിന്ന് പറയും, ലൗ കുന്നാ നസ്മഅ, അന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിൽ, അന്ന് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നരകവാസികളുടെ കൂട്ടത്തിൽ ഇന്ന് പോകേണ്ടി വരില്ലായിരുന്നു എന്നവര് ആത്മകഥം പറയും കോടതിയിൽ വെച്ച്. അല്ലാഹു പറയാൻ, ഫഅതറഫു ബിദംബിഹിം, അവർക്ക് മനസ്സിലായി, തെറ്റവർക്ക് ബോധ്യപ്പെട്ടു, ശരിയായില്ല. ചോദിക്കും, അല്ലാഹുവേ ഒന്ന് തിരിച്ചയക്കുവോ, നന്നായിട്ട് വരാം, ഒന്ന് പോയിട്ട് വരാം.
ഫസുഹ്ഖൻ ലി അസ്ഹാബി സഈർ, മിണ്ടരുത്, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊള്ളാം. അവസരം നഷ്ടപ്പെടുത്തിയ തോന്നിവാസിയാണ് നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഖലാസ്. ഒരുത്തന്റെ ജീവിതം നരകത്തിൽ കഴിഞ്ഞു, മറ്റൊരു സ്വർഗത്തിലേക്കും. ഏത് വേണം തീരുമാനിക്കേണ്ട സമയം ഇവിടെയാണ്. എങ്ങനെ തീരുമാനിക്കണം? അള്ളാഹു എന്ത് പറയുന്നു നോക്കണം, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു നോക്കണം, സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചു നോക്കണം, മുൻഗാമികളുടെ ജീവിതം എങ്ങനെ നോക്കണം. അത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വേറൊരു പണിയുമില്ല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാലം തൗഹീദിന്റെ സുന്നത്തിന്റെ രാജപാതയിൽ ഇഖ്ലാസോടെ അടിയുറച്ചു നിന്ന് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പരിശുദ്ധ റമദാനിനെ തടസ്സങ്ങളില്ലാതെ ആഫിയത്തോടെ അള്ളാഹു നമുക്കൾക്ക് എത്തിച്ചേരട്ടെ. തന്ന റമദാനിനെ അള്ളാഹു ആഫിയത്തോടെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. കഴിഞ്ഞ റമദാനുകളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സ നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ, മാതാപിതാക്കള്, കൂട്ടുകാര്, കൂടപ്പിറപ്പുകൾ, സഹപ്രവർത്തകർ, അതേപോലെ ഉസ്താദുമാര്, നാട്ടിലെ കാരണവന്മാര്, തൗഹീദോടെ സുന്നത്തോടെ മരിച്ചുപോയവർക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ ജന്നത്തുൽ ഫിർദൗസ് നസീബാക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അവരുടെ വഴിയിൽ നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്ക് ദുനിയാവുന്ന യാത്രയാവാൻ നമ്മയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.